അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ വിശേഷങ്ങളിൽ വാചക വിശേഷങ്ങളും പാചക വിശേഷങ്ങളും ഉണ്ട്. പിന്നെ എനിക്ക് ഇന്ന് രാവിലെ ഭയങ്കര ഒരു അബദ്ധം പറ്റിയായിരുന്നു. ഭയങ്കര അബദ്ധമാണ്. എനിക്ക് കുറച്ച് സങ്കടമൊക്കെ വന്ന ഒരു അബദ്ധമാണ്. പക്ഷെ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുമായിരിക്കും സങ്കടം. പക്ഷെ നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ അറിയാം അതിൻ്റെ ആ ബുദ്ധിമുട്ട് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. അപ്പം ആ ഒരു അബദ്ധമുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് നല്ല ഒരു അടിപൊളി കറി വെക്കാം. കുറെ പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും, എങ്കിലും അറിയാൻ വയ്യാത്തവരായിട്ടും കാണും ഇതിനകത്ത് ആൾക്കാര്. അപ്പൊ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാം. നല്ല സൂപ്പറാണ്. അതുണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ണാനായിട്ട് വേറെ മറ്റ് കറികളൊന്നും വേണ്ട. എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നെ പോലെ മറ്റുള്ളവരാകണമെന്നൊന്നും ഇല്ലല്ലോ. എന്നാലും എന്നെ പോലെ ആകണം എന്നുള്ള കുറച്ച് പേരൊക്കെ എങ്കിലും കാണുമല്ലോ. ഒരാളെ പോലെ 7 പേരുണ്ടെന്നൊക്കെയല്ലേ പറയപ്പെടുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല, ഞാൻ പറയുമായിരുന്നു. അപ്പൊ അതൊക്കെ പോട്ടെ. അപ്പൊ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ആ അടിപൊളി കറി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലേ. വാ വീഡിയോയിലോട്ട് പോവാം. രാവിലെ പുട്ടാണ് ഇന്ന്. പുട്ടിനുള്ള പൊടിയൊക്കെ അതാ നനച്ചു വെച്ചിട്ടേ ഉള്ളൂ. ഈ പൊടി തരിതരിപ്പുള്ള പൊടിയാണ്. അപ്പം ഇച്ചിരി നേരം ഒന്ന് നനച്ചു വെച്ചില്ലെങ്കിൽ അത് നമുക്കൊരു സോഫ്റ്റ് കിട്ടത്തില്ല. അതിനുവേണ്ടി ഞാൻ നനച്ചു വെച്ചിരിക്കുവാണ്. അപ്പോൾ കടലക്കറി വെക്കാമെന്ന് വെച്ചിട്ട് ഇതാ കടലയൊക്കെ നല്ല വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. തേങ്ങയും തിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്രയും പരിപാടി ആയുള്ളൂ. കുക്കറിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിനോടിടയ്ക്ക് രഘുചേട്ടനൊരു ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ചായക്ക് പാലും വെള്ളവും കൂടെ ഒന്നിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ എളുപ്പപ്പണികളല്ലേ. അപ്പോൾ കടല ഇന്ന് തേങ്ങ വറുത്തരച്ചൊന്നും വെക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കാമെന്ന് വെച്ചിട്ടാണിത്. അപ്പം ഒരു വലിയ ഒരു സബോളയും ഒരു കുഞ്ഞി തക്കാളിയും കൂടെ ഇതാ വഴറ്റാനായിട്ട് വെച്ചിരിക്കുന്നു. ഞാൻ കടലക്കറി വെക്കുന്നത് ഇങ്ങനെയാണ്. എല്ലാവരും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ വറുത്തരച്ചും വെക്കും കേട്ടോ. തേങ്ങ വറുത്തരച്ച് ഇപ്പം തേങ്ങ വറുത്തരച്ച് നിൽക്കാനത് എനിക്ക് ബിസിയാണ്. കണ്ടില്ലേ, ഇതേ 3 ബർണറും ഫുള്ളാണ്. എല്ലാവരും രാവിലെ ഇങ്ങനെയൊക്കെ തന്നെ. രാവിലത്തെ തിരക്കിൻ്റെ കാര്യം എൻ്റെ ദൈവമേ ഒന്നും പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ നമ്മുടെ ചായ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തേക്കാം അല്ലേ. രാവിലെ ഓരോ തിരക്കും കാര്യങ്ങളും ആണ് അങ്ങനെ. അപ്പം ഞാൻ ഈ പുട്ടൊന്ന് കുറ്റിക്കകത്തോട്ട് വാരി നിറച്ച് ഒന്ന് വെച്ച് കൊടുക്കട്ടെ. അങ്ങനെ ഇതാ ഒരു കുറ്റി പുട്ട് കുക്കറിൻ്റെ മേളിൽ കയറി. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് എന്തിനാവോ ഇത്രയും വലിയ കുക്കർ വലിച്ചു പൊക്കി വെച്ചിരിക്കുന്നതെന്ന്. നമ്മുടെ ചെറിയ കുക്കറിൽ കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ട്. അപ്പം അതിനി മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കണ്ടേ. അതുകൊണ്ടാണ് ഞാൻ വലിയ കുക്കറിൻ്റെ മുകളിൽ തന്നെ ഇതിനെ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം എനിക്ക് ഇതിനകത്ത് ആവി വരുന്നില്ലായിരുന്നു ഈ ചെറിയ നമ്മുടെ ചിരട്ടപ്പുട്ടിൻ്റെ ഈ കുറ്റി. പിന്നെ ഞാനത് ഇന്നലെ കൊണ്ട് കാണിച്ചു. കുഴപ്പമൊന്നുമില്ലെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത് കെട്ടി വെച്ചിട്ടുണ്ട്. ഭഗവാനെ ആവി വന്നില്ലെങ്കിൽ പിന്നെ രണ്ടാമത് വാരി വേറെ കുറ്റി നിറയ്ക്കേണ്ട അവസ്ഥയാണ്. എന്തായാലും നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ. അപ്പം എന്താ കടലക്കറിയൊക്കെ ഇതാ ഇവിടെ ഒരു പരുവമൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാനത് വഴന്ന് വന്നപ്പോഴത്തേക്കും അതിനകത്തോട്ട് തുള്ളി മുളക് പൊടിയും ശക്കല മല്ലിപ്പൊടിയും പിന്നെ ഞാൻ ഇതിനകത്ത് ഗരം മസാലയ്ക്ക് പകരം എന്താ ചേർത്തതെന്ന് അറിയാമോ? ചിക്കൻ മസാലയില്ലേ നമ്മുടെ ഈസ്റ്റേണിൻ്റെ ഒരു ശകലം ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടലക്കറിക്ക് അത് അടിപൊളിയാണ് കേട്ടോ, ചിക്കൻ മസാല ഈസ്റ്റേണിൻ്റെ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാവർക്കും ഇനി ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കിഷ്ടമാണ് അത് ചേർക്കുന്നത്. അപ്പം കടലക്കറിക്ക് കേട്ടോ, വേറെ ഒന്നിനും എനിക്ക് താല്പര്യമൊന്നുമില്ല. അപ്പം നമ്മളിവിടെ കുറച്ച് കടല എടുത്ത് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കടലക്കറിക്ക് ഒരു കൊഴുപ്പൊക്കെ കിട്ടണ്ടേ, അതിനായിട്ട് കടല എടുത്ത് ശകലം അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് ഒക്കെ വരുമ്പം നമുക്കിനി ബാക്കി കാര്യങ്ങൾ നോക്കാം. നന്നായിട്ട് വരട്ടെ. എല്ലാവർക്കും അറിയാം ഈ കടലക്കറിയൊക്കെ. പിന്നെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് കാണിച്ചു തരുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആവട്ടെ. ആവി വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നോക്കാം. കടലക്കറി റെഡിയായി കേട്ടോ. കടലക്കറിയൊക്കെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദാംശങ്ങൾക്കൊന്നും പോകാഞ്ഞത് കേട്ടോ. അപ്പോൾ കടലക്കറി റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. പുട്ടും കുഴപ്പമില്ല കേട്ടോ. പുട്ടിന് ആവിയൊക്കെ വന്നു. ഇതാ ഇനി ഒരെണ്ണം കൂടെ വെച്ചിട്ടുണ്ട്. അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ രാവിലത്തെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകും. അപ്പോൾ ഇത് കഴിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാപ്പി കുടിക്കാൻ പോവാണ്. എല്ലാവരുടെയും കാപ്പി കുടിയൊക്കെ കഴിഞ്ഞോ?
രാവിലെ നമ്മുടെ കാപ്പൂടി എല്ലാം കഴിഞ്ഞു. നമ്മൾ അടുക്കളയിലോട്ട് കയറി. രാവിലെ ഒരു ബഹളമാണ് അല്ലേ, ഭയങ്കര ബഹളം. അതെല്ലാം കഴിഞ്ഞ് ശാന്തമായ ഒരു ഇതിലേക്ക് വരണമെങ്കിൽ ഒരു 10 ഒക്കെ മണി കഴിയണം അല്ലേ. 10 മണി വരെയൊക്കെ ഭയങ്കര തിരക്ക. എന്ത് തിരക്കാന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ നമുക്ക് ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട്. നമ്മൾ തേങ്ങ വറുത്തരച്ച് വെച്ച മീൻകറിയൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ സാമ്പാർ തീർന്നിട്ടില്ല കേട്ടോ. ആകെപ്പാട് 2 ലിറ്ററിന്റെ കുക്കറിലാണ് ഇച്ചിരി സാമ്പാർ വെച്ചത്. അപ്പൊ സാമ്പാറിന് 3ാമത്തെ ദിവസമാണ്. എന്നാ അപ്പൊ തന്നെ നമ്മൾ ഇച്ചിരി അതിനകത്തുനിന്ന് എടുക്കുന്നതുകൊണ്ട് അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല. മുഴുവൻ ഇട്ടിങ്ങനെ കുത്തി ഇളക്കുമ്പോഴല്ലേ അതിന് എന്തെങ്കിലും വളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ആവശ്യത്തിന് മാത്രം എടുത്ത് വെക്കും, എന്നിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് അപ്പം വെച്ച സാമ്പാർ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പ്രോത്സാഹിപ്പിക്കും അല്ലേ. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. അത് ഈ വെണ്ടയ്ക്ക ആണെങ്കിലും പച്ചക്കറിയൊക്കെ എന്ത് പച്ചക്കറി ആണെങ്കിലും ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് ഒരുമാതിരി ആവും അല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ച ആ വെണ്ടയ്ക്ക എടുത്തൊന്ന് നമുക്ക് മെഴുക്കുവരട്ടി വെച്ചേക്കാന്ന് വിചാരിച്ചിട്ട് അത് രാവിലെ അരിഞ്ഞ് അടുപ്പയിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പുതിയ കറിയാണ്. പുതിയ കറിയല്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ അങ്ങനെ ഇങ്ങനെ വെക്കാറില്ല. ഇപ്പൊ നമുക്കിത് വെക്കാം. അപ്പൊ ഇതിനായിട്ട് ഞാനിവിടെ ഒരു മൂവാണ്ടം മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. മൂവാണ്ടം മാങ്ങയെന്നൊന്നും ഇല്ല കേട്ടോ, ഏത് മാങ്ങ വേണേലും എടുക്കാം. പക്ഷെ മാങ്ങ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇതുപോലത്തെ ചെനച്ച മാങ്ങ എടുക്കുക. ചെറിയ ഒരു മധുരവും കൂടെ കിട്ടി കഴിയുമ്പോഴാണ് ഈ കറി അടിപൊളിയാകുന്നത്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയാമോ? ഈ മാങ്ങ നമുക്കൊന്ന് കുത്തി അരിഞ്ഞെടുക്കാം. തൊലി ചെത്തണമെങ്കിൽ ചെത്തിയെടുക്കാം. തൊലി ചെത്തിയാലും കുഴപ്പമില്ല, തൊലി ചെത്തിയില്ലേലും കുഴപ്പമില്ല. അപ്പൊ ഞാനിപ്പോ ഇവിടെ തൊലി ചെത്തുന്നൊന്നുമില്ല. ഞാൻ ഇതുപോലെ കൊത്തി അങ്ങ് അടിയുക കേട്ടോ. കൊത്തി അരിയട്ടെ. നല്ലതാ കേട്ടോ. ചെറിയൊരു മധുരം കൂടെ നിൽക്കണം, എന്നാലാണ് അതിന്റെ അടിപൊളി ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. വെറുതെ അങ്ങോട്ട് ശരിക്കും പച്ച മാങ്ങ കൊത്തി എരിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആ ഒരു ടേസ്റ്റ് വലുതായിട്ട് കിട്ടത്തില്ല കേട്ടോ. അപ്പം ഇതുപോലെ ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുക്കുക. നമുക്ക് കൊത്തി അരിയാം കേട്ടോ. ഇപ്പം എല്ലാവരുടെയും ജോലിയൊക്കെ എവിടം വരെ ആയി? ചിലവരൊക്കെ ജോലി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കയറി കാണും. ഞാനിവിടെ കൊത്തി അരിഞ്ഞുകൊണ്ട് നിൽക്കുന്നേ ഉള്ളു അല്ലേ. ഇച്ചിരി കൂടി ഇങ്ങോട്ട് നീക്കി വെക്കട്ടെ. അല്ല നമുക്ക് ഇപ്പൊ കാണാൻ തോന്നല്ലേ. അപ്പൊ നമുക്കിത് കൊത്തി അരിയാം. പിന്നെ ഞാൻ എന്താ പറയാൻ വന്നതെന്നറിയാം. ഇന്നലെ ഞാനിട്ട വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് സാരി ഉടുക്കുന്നതിനെ പറ്റിയായിരുന്നു. അപ്പൊ ആ വീഡിയോ എല്ലാവരും കണ്ടില്ലെങ്കിലും കുറച്ച് പേരൊക്കെ അത് കണ്ടു കാണും എന്ന് എനിക്കറിയാം. അപ്പൊ കണ്ടവരൊക്കെ എനിക്ക് ഒത്തിരി കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. വിഷ്ണു ഹംസത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പ്രതീക്ഷിച്ച ഒരു വീഡിയോ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് അത് പിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ എനിക്ക് ആദ്യമൊന്നും ഈ പിൻ ചെയ്യുന്നത് എങ്ങനെയാ എന്ന് അറിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പൊ പഠിച്ചു കേട്ടോ. നമ്മൾ ഒരുവിധമൊക്കെ എല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ പാനീയത്തി അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചിടി ഇതെങ്ങനെയാന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഒരു പാടും ഇല്ലടി, ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ചെയ്ത് നോക്കി. അപ്പൊ കറക്റ്റായി. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഒരു കാര്യം പഠിക്കുമ്പോഴത്തേക്കും അത് ചെയ്ത് നോക്കുമ്പോൾ സക്സസ് ആകുമ്പോഴത്തേക്കും നമുക്കുള്ള സന്തോഷം എന്തോ ഒരു സന്തോഷം അല്ലേ. അപ്പൊ അത് പോട്ടെ. അപ്പൊ അതിനകത്ത് കുറച്ച് കമന്റ് നല്ല കാര്യമാണ്, നിങ്ങൾ അറിയാൻ വയ്യാത്തവർക്കൊക്കെ ഉപകാരമായി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് ഒരു കമന്റ് വന്നാൽ ഞാൻ പേര് ശോഭ എന്നങ്ങാണ്ടാ തോന്നുന്നു. പക്ഷെ അത് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കത് അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും തോന്നിയിട്ടില്ല, എങ്കിലും ഞാൻ പറയുവാണ്. അപ്പം അത് നമ്മുടെ സബ്സ്ക്രൈബറാ കേട്ടോ. അപ്പം അത് എന്നോട് പറഞ്ഞു ഇപ്പൊ സാരി ഉടുക്കാൻ എത്ര സമയം എടുത്തു അപ്പം എന്ന് ചോദിച്ചിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുവാണ്, ഞാൻ പെട്ടെന്ന് തന്നെ സാരി ഉടുക്കും. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് നമ്മുടെ കൂട്ടുകാരെ ഒക്കെ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്ത് കാണിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. അപ്പൊ അത് കാണുന്നവർ വിചാരിക്കും ഇതാണോ ഇത്ര എളുപ്പത്തിൽ സാരി ഉടുക്കാന്ന് പറഞ്ഞിട്ട് ഇവരെന്തുവാ ഈ കാണിക്കുന്നതെന്ന് ചിലപ്പം ചിലവർക്കൊക്കെ തോന്നും. ശരിയാണത് കേട്ടോ, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു, ശരിയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നമുക്കതിന് ഒത്തിരി ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ട്. നമുക്കിപ്പം ഈ പാചകം ആണെങ്കിലും ഇതുപോലെ സാരിയുടെ ടിപ്സ് ചെയ്യുമ്പോഴാണേലും ഒക്കെ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്.
മനസ്സിലായോ? ഒത്തിരി ബുദ്ധിമുട്ടിയാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം അപ്പം നമ്മൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയും അത് പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കൊടുക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. ശരിയാണ് കേട്ടോ. അതുപോലെ പറഞ്ഞിട്ട് വേറൊരു കാര്യം ഇവിടെ വെച്ചറിയാവേ, വശമില്ല, ഇപ്പം എനിക്ക് അങ്ങോട്ട് നോക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പം പിന്നെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചു കുത്തുമ്പോൾ അവിടുത്തെ ബോർഡർ നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. അവിടെ ചെറുതായിട്ട് ഒരു കെട്ടിട്ടിട്ട് നമ്മൾ അങ്ങോട്ട് കുത്തി കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞു, പിൻ ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെ നേരെ കറക്റ്റാണ്, പിൻ ചെയ്ത് കഴിഞ്ഞാലും നേരെ ഇരിക്കും. പക്ഷെ ഒരു കാര്യമാണ്, നമ്മൾ ഈ പിൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന്, എനിക്ക് പല പ്രാവശ്യം പറ്റിയതാണ് ആയതുകൊണ്ട് ഞാൻ പറയുവാണ്, അങ്ങനെ പിൻ ചെയ്ത് വെക്കുമ്പം അവിടെ പിന്നിരിക്കുന്ന ആരും ഓർമ്മ വരത്തില്ല. നേരെ മറിച്ച് നമ്മൾ ഇവിടെയൊക്കെ കുത്തുമ്പോഴത്തേക്ക് നല്ല ഓർമ്മ വരും പിൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ കുത്തുമ്പോൾ ആ ഓർമ്മ വരത്തില്ല. എൻ്റെ 2-3 സാരി അങ്ങനെ കീറിപ്പോയിട്ടുണ്ട്. പെട്ടെന്ന് നമ്മളിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ കീറിപ്പോവും. ഇതാകുമ്പോഴത്തേക്കും ആ വക പ്രശ്നമില്ല. തന്നെയില്ല, അങ്ങനെ കെട്ടിട്ടിട്ട് അവിടെ കുത്തി വെക്കുമ്പോഴത്തേക്കും നല്ല ടൈറ്റ് ആയിട്ടിരിക്കും. നമ്മൾ പിൻ ചെയ്ത് വെക്കുമ്പം ചിലവർക്ക്, എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്, എനിക്കത് പിൻ ചെയ്ത് വെക്കുമ്പം അപ്പം കുറച്ച് നേരം നല്ല ഭംഗിയായിട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ പിന്നിങ്ങനെ നമ്മൾ കുത്തിയിരിക്കുന്ന ഇങ്ങനെ അയഞ്ഞ് വന്നിട്ട് അവിടെ അയയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഇവിടെ അങ്ങ് അയഞ്ഞ് വല്ലാണ്ടാവുകയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് മാറ്റിയിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് കൊടുക്കുവാണ് ചെയ്യുന്നത്. കെട്ടിയിട്ടാലും പിൻ ചെയ്താലും ഒക്കെ നല്ല ഭംഗി തന്നെ ഇരിക്കും. പക്ഷെ പിൻ ചെയ്യുന്നതിന് ഇങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, പിന്നെ അപ്പം ഇവിടെയൊക്കെ കുത്തുന്ന പിന്നല്ലേ, അപ്പം അതിന് കുഴപ്പമില്ല. പക്ഷെ അതെനിക്ക് എപ്പോഴും ഓർമ്മ നിൽക്കും, ഇവിടെ പിന്നുണ്ടെന്നുള്ള കാര്യം. പക്ഷെ ഇവിടെ കുത്തുന്ന പിന്നിൻ്റെ കാര്യം പെട്ടെന്ന് മറന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ സാരി കൊടുക്കുന്നത്. അപ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് അങ്ങനത്തെയൊക്കെ, ഞാൻ ഈ സാരി കൊടുക്കുന്ന, നമുക്ക് ഇപ്പം ഈ യൂട്യൂബിൽ കയറി നോക്കിയിട്ട് ഇഷ്ടമാതിരി സാരി കൊടുക്കുന്നൊക്കെ ഉണ്ട് അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഈ സാരി യൂട്യൂബിൽ കാണുന്നത് ഞാൻ അങ്ങനത്തെ വീഡിയോ ഒക്കെ എനിക്കിഷ്ടമാണ്, ഞാൻ കാണാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴും ചിലവർ സാരി കൊടുത്തിരിക്കുന്നത് നമ്മൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി ഭംഗി തോന്നിക്കും. അങ്ങനെയുള്ള സാരി കൊടുക്കുന്ന ഇങ്ങനെ കണ്ട് ഞാനിങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. കൂടാതെ ചിലവർ ഉടുത്തോണ്ട് പോകുന്ന കണ്ടാൽ അത് അപ്പം തന്നെ അവിടെ നിന്നിട്ടൊന്ന് ശരിയാക്കി ഉടുപ്പിച്ചു കൊടുക്കാനും നമുക്ക് തോന്നും. അതുപോലെ ഉടുക്കുന്നവരും ഉണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞ? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ അല്ലേ, ഓരോരുത്തരും. പിന്നെ നമ്മൾ എത്രയൊക്കെ പറയും, ഇപ്പം ഞാൻ ഇങ്ങനെ കിടന്ന് സാരി ഉടുക്കുന്നത് എത്ര പറഞ്ഞാലും നമ്മുടെ ഒരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലിൽ ഉടുക്കുന്നവരും കാണും, ആ സ്റ്റൈല് മാറ്റത്തില്ല, ആ സ്റ്റൈലിൽ തന്നെ ഉടുക്കുന്നവരും കാണും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ. പിന്നെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു, ഇഷ്ടമുള്ളവരെ ചെയ്യുക അല്ലേ, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതിന് നെഗറ്റീവായിട്ട് ഞാൻ ഒരിക്കലും അത് കണ്ടിട്ടില്ല കേട്ടോ. ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, അത്രേ ഉള്ളൂ. അതൊക്കെ നല്ല കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണ്ടേ, രാവിലെ എനിക്കിപ്പം വർത്താനം പറഞ്ഞതാ ഇത്രേ അരിഞ്ഞേ. ഇത് തിന്നാൻ തോന്നുന്നുണ്ട് എനിക്ക്, മധുരം കാണും ഇതിന്, പക്ഷെ നമുക്ക് അയച്ചില്ലേ. അപ്പൊ എനിക്ക് രാവിലെ ഒരു അബദ്ധം പറ്റിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. മധുരമുണ്ട്, ഈ മധുരം വേണം ഇതിന്. അപ്പൊ രാവിലെ അബദ്ധം പറ്റിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോട് ഞാൻ വലിയ ഗമയിൽ പറഞ്ഞ്, ഇന്ന് ഞാൻ കടലക്കറി തേങ്ങ വറുത്തരച്ചൊന്നും വെക്കുന്നില്ല, എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാലിലേ വെക്കത്തുള്ളൂ എന്നൊക്കെ ഞാൻ വലിയ ഗമയൊക്കെ നിങ്ങളോട് പറഞ്ഞിരിക്കട്ടെ. അങ്ങനെ തന്നെ വെക്കാൻ തന്നെ ഞാൻ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷെ എന്നിട്ട് ഞാനേ അപ്പം ഫ്രിഡ്ജിൽ അന്ന് വാങ്ങിച്ച കോക്കനട്ട് പൗഡറിന്റെ നമുക്കിപ്പം ഇന്നും കൂടെ ആ കടലക്കറിക്ക് എടുക്കാൻ പറ്റുന്ന അത്രയും കോക്കനട്ട് പൗഡറെ അതിനകത്ത് ഇരിപ്പുള്ളായിരുന്നു. പക്ഷെ നമുക്ക് ഒരു കറിക്ക് നന്നായിട്ട് എടുക്കാം. അപ്പം ഞാനത് എടുത്തിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിലൊക്കെ എടുത്തിട്ട് ഒരു കപ്പിലാണ് കാണിച്ചു തരാം. എൻ്റെ കാര്യം പറഞ്ഞു തരാവേ. ഞാൻ ഈ കപ്പിലൊക്കെ കലക്കി നല്ല ഭംഗിയായിട്ടൊക്കെ വെച്ചു. ഇത്രയും വരെ കലക്കി വെച്ചു. അപ്പോഴത്തേക്കും രാവിലെ ഞാനിത് കലക്കി ഇതിനകത്തിട്ട് ഇങ്ങനെ കലക്കുമ്പോൾ സ്പൂൺ കണ്ട് കലക്കുമ്പോൾ ഒരു ടിക് 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 എന്നൊരു ഒച്ച ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചു, രാവിലെ എന്തുവാ ഇതിനകത്തിട്ട് കലക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്ത് പറഞ്ഞെന്നറിയാമോ? അതിൻ്റെ ശിക്ഷയായിരിക്കും എനിക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞേ, രാവിലെ ഇച്ചിരി ആരോഗ്യത്തിന് ഇച്ചിരി പാൽപ്പൊടി കലക്കി രാവിലെ അങ്ങ് തരാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പം എന്നെ അങ്ങനെ വലിയ ഇഷ്ടമില്ല, അപ്പം അതുകൊണ്ട് പാൽപ്പൊടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കലക്കി തരാമെന്ന് വെച്ചിട്ടാ എന്നും പറഞ്ഞിട്ട് ഞാൻ കളിയാക്കി പറയുകയും ചെയ്തു. അപ്പം എന്നെ വിചാരിച്ചിട്ട് പോയി. ഞാൻ പറഞ്ഞു, ഇന്നാ അതേ കലക്കിയെന്നും പറഞ്ഞിട്ട് ഞാനിങ്ങനെ കൊണ്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഒരു തമാശയല്ലേ അല്ലേ?
അപ്പം ഞാൻ വിചാരിച്ചു ഭഗവാനെ അങ്ങനെ പറഞ്ഞിട്ടാണ് എനിക്കിങ്ങനെ പറ്റിയെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, അതൊക്കെ നമ്മുടെ ഒരു തമാശയല്ലേ. തമാശയില്ലാത്ത ജീവിതം എന്ത് ജീവിതമല്ലേ. ഇടയ്ക്കൊക്കെ നല്ല തമാശയൊക്കെ വേണ്ടി ഞങ്ങൾ അങ്ങനെ കേട്ടോ. രാവിലെ ചേട്ടൻ എന്തെങ്കിലും നമ്മൾ പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ ഭയങ്കര തമാശയൊക്കെ പറഞ്ഞുകൊണ്ടേ വരത്തുള്ളൂ. ഞാനും അങ്ങനെ തന്നെയാണ്, ഞങ്ങൾ അങ്ങനെയാണ്. അപ്പം നമുക്കുണ്ടല്ലോ നല്ല രസമാണ്, നമുക്ക് സമയം പോകുന്ന അറിയത്തേ ഇല്ല. പുള്ളി അങ്ങനെ കേട്ടോ, അങ്ങനെ സീരിയസ് അല്ല, തമാശയൊക്കെ പറയും. അപ്പൊ ആ തമാശയൊക്കെ കഴിഞ്ഞു. അപ്പം ചേട്ടൻ പറഞ്ഞ എന്നാ ഞാൻ പോയി കുളിക്കാൻ പോവാണേ എന്ന് പറഞ്ഞിട്ട് പുള്ളി കുളിക്കാൻ പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ കടലക്കറിയുടെ ഏകദേശമൊക്കെ ആയി, എന്നാ എല്ലാം റെഡിയാക്കി വെച്ച് എന്നാ നമ്മുടെ അടുക്കള ഒന്ന് ഈ കൗണ്ടർ ടോപ്പൊക്കെ നല്ല ഭംഗിയായിട്ടൊന്ന് തുടച്ചിട്ടേക്കാം എന്ന് വിചാരിച്ച് തുടച്ചിട്ടപ്പോഴത്തേക്കും ഈ പാദവും പുറത്ത് ഞാൻ ഇപ്പൊ കാണിച്ച ആ കപ്പും വേറൊരു കുഞ്ഞു മഞ്ഞക്കപ്പും കൂടി ഇരിപ്പുണ്ടാണ്. എന്റെ വിചാരം എന്തുവാന്നറിയാമോ, അതിനകത്ത് എന്നാ ഇതൊക്കെ എന്നാത്തിനാ എന്റെ മനസ്സിൽ തോന്നുന്നു. ഇതെല്ലാം എടുത്ത് പാദമ്പുറത്ത് വെറുതെ നിരത്തി വെച്ചിരിക്കുക, വേറെ പണിയൊന്നുമില്ല, എല്ലാം കഴുകി വെക്കട്ടെ എന്നിട്ട് വൃത്തിയാട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതെന്നാ ഒരെണ്ണത്തിനകത്ത് വെള്ളവും ഒരെണ്ണത്തിനകത്ത് ഈ തേങ്ങാപ്പാൽ കലക്കിയതായിരുന്നത്. എന്ത് ചെയ്തെന്നറിയാവോ, എടുത്ത് സിങ്കിനകത്തോട്ട് ഒരൊറ്റ ഒഴി. അപ്പോഴും നോക്കുന്നില്ല, ഇത് തേങ്ങാപ്പാൽ അതിനകത്ത് കമത്തി തന്നെ നോക്കുന്നില്ല. അവിടോട്ട് കമത്തിയിട്ട് ഇവിടെ തുടച്ചുകൊണ്ടിരിക്കുക, അവിടെ ശ്രദ്ധിക്കുന്നേ ഇല്ല. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കടലക്കറിയൊക്കെ തിളച്ച് ഭാഗമായി. അപ്പൊ അതിനകത്തോട്ട് എന്നാ തേങ്ങാപ്പാലെന്ന് ഒഴിച്ചു കൊടുത്തേക്കാം, മതി ഇത്രയും പറ്റിയത് മതി എന്നും പറഞ്ഞിട്ട് തേങ്ങാപ്പാലിനും ചെന്നു. തേങ്ങാപ്പാലിന് ചെന്നിട്ട് ഞാൻ ഇവിടെ എല്ലാം ഇങ്ങനെ ഒന്ന് റൗണ്ട് തപ്പിക്കഴിഞ്ഞപ്പോൾ ഇത് എവിടെ കൊണ്ട് വെച്ചു എന്ന് നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഇപ്പൊ കാണിച്ച ഓറഞ്ച് കളറിലെ കപ്പിൽ കഴുകി കമത്തി വെച്ചിരിക്കുന്നു. എന്ത് പറയാനാ, തേങ്ങാപ്പാലെടുത്ത് നമ്മുടെ സിങ്കിനകത്തോട്ട് ഒരൊറ്റ ഒഴിയായിരുന്നു. എനിക്കങ്ങ് സങ്കടം വന്നിട്ട് വയ്യ. ഭഗവാനെ, കടലക്കറി തേങ്ങാപ്പാലിനകത്ത് വെക്കണ്ടേ എന്ന് വിചാരിച്ചു. ഞാൻ ഒട്ടും മടിച്ചില്ല. ഞാൻ എന്ത് ചെയ്യുന്നറിയാം, തേങ്ങയൊക്കെ തിരുമിയത് ഫ്രിഡ്ജിനകത്തൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. വേണ്ട, ഇന്ന് തേങ്ങാപ്പാൽ ഇല്ലാത്ത കടലക്കറി ആയിപ്പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ട് തേങ്ങാപ്പാലൊന്നും ഒഴിച്ചില്ല, അല്ലാത്തൊരു കടലക്കറിയെ വെച്ച്. ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ രാവിലത്തെ കടലക്കറി, സൂപ്പർ അല്ലായിരുന്നോ? അത്രേ ഉള്ളൂ, നമ്മൾ തന്നെ പറയാല്ലേ സൂപ്പറായിരുന്നു എന്നല്ലേ. അപ്പം അങ്ങനെ എനിക്ക് ഒരബദ്ധം, പക്ഷെ ഇതുപോലത്തെ അബദ്ധം എനിക്കിങ്ങനെ പറ്റിയിട്ടേ ഇല്ല കേട്ടോ. എന്ത് പറയാനാന്ന് എനിക്കറിയത്തില്ല. രാവിലെ വലിയ തമാശയും കൊണ്ട് പാവം എൻ്റെ ചേട്ടനോട് പറഞ്ഞുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ പറ്റിയതല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആയി പോട്ടെ, ഇപ്പം പറ്റിപ്പോയി, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പോയത് പോയി. നമ്മൾ തേങ്ങാപ്പാൽ ഇല്ലേലും നമുക്ക് കടലക്കറി വെക്കാൻ അറിയാം, പിന്നെ തേങ്ങാപ്പാൽ ഉണ്ടേലും നമുക്ക് കടലക്കറി വെക്കാൻ അറിയാം. നമ്മളെ ആര് തോപ്പിക്കുന്നല്ലേ, നമ്മൾ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. അപ്പം നമ്മൾ അവിടെ രക്ഷപ്പെട്ട് രാവിലെ ഞാൻ ഇത് വീഡിയോ കാണുമായിരിക്കും. അപ്പം രാവിലെ കഴിക്കാനിരുന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇപ്പം ഇതിന് ഒരു ബ്രൗൺ കളർ തന്നെയാണല്ലോ, സാധാരണ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ വേറൊരു കളറുള്ള വരുന്നത്. എന്നിട്ട് ചെയ്ത് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴത്തേക്കും ഒരുമാതിരി ഒരു വെള്ള ആ കളർ അറിയാലോ, ആ വെള്ള കളറും അതുപോലുള്ളൊരു കളറല്ലേ വരുന്നത്. എന്നിട്ട് ഇതിപ്പോൾ ഇങ്ങനെ എന്താ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആ തേങ്ങാപ്പാലേ തീരെ കുറവായിരുന്നെന്ന് പറഞ്ഞു. ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, എനിക്കറിയത്തില്ല. അപ്പോൾ കണ്ടാ മനസ്സിലാകട്ടെ അല്ലേ. ഞാൻ മിണ്ടാനേ പോയില്ല. പിന്നെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളെന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷെ എനിക്ക് ഇതുമാതിരി ഒരു അബദ്ധം ഇതുപോലെ പറ്റിയിട്ടില്ല കേട്ടോ, സത്യത്തിൽ. പക്ഷെ ഇപ്പം പറ്റിപ്പോയി, പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല, സാരമില്ല. അപ്പോളേ പാചകമൊക്കെ അടിച്ചടിച്ച് എൻ്റെ മാങ്ങ ഞാൻ അരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ. മാങ്ങ അരിഞ്ഞു കഴിഞ്ഞു, കൊത്തി അരിഞ്ഞു. മാങ്ങ അരിഞ്ഞിട്ടുണ്ട്. ഇതിവിടെ ഒന്ന് വെച്ചിട്ട് കൈ കഴുകിയിട്ട് വരാം. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് 3-4 പച്ചമുളകും കൂടെ അരിഞ്ഞു കൊടുക്കാം. പച്ചമുളക് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ ആകാറായിട്ട് ശകലം കൂടെ ആയിക്കോട്ടെ അല്ലേ. പച്ചമുളക് കൂടുതൽ എരിവ് വേണ്ടവർക്ക് പിന്നെ 3-4 ഒക്കെ ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഈ എരിവ് കുറവ് മതി, അതുകൊണ്ട് ഒരു 2 പച്ചമുളക് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇവിടെ അധികം എരിവ് വേണ്ട കേട്ടോ. 4 പച്ചമുളകൊക്കെ എടുത്തിട്ട് വലിയ കാര്യത്തിൽ, പക്ഷെ ഞാൻ 2 എണ്ണ ഇതിനകത്തോട്ട് അരിഞ്ഞു കൊടുത്തിട്ടുള്ളൂ. കണ്ട, ഇനി ചെയ്യേണ്ടത് ഈ മാങ്ങ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഈ ചട്ടി വെക്കാം അല്ലേ, ചട്ടി വെക്കുന്നതല്ലേ നല്ലത്. അപ്പം മാങ്ങയൊന്ന് വേവിച്ച് കൊടുക്കാം. ഇതുപോലെ ഇച്ചിരി ചനച്ച മാങ്ങ എടുക്കണേ, അതിനാ നല്ല ടേസ്റ്റ് കേട്ടോ. വേവിച്ചെടുക്കാം. ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കാം. മുളക് പൊടിയും അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നും ചേർക്കണ്ട കേട്ടോ. മുളക് പൊടി ഒന്നും ചേർക്കണ്ട. പിന്നെ ഒരു ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉപ്പും കുപ്പി എവിടെ പോയി? മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട്, എന്നാലും കണ്ണു കാണത്തില്ല. നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡിയായി. പിന്നെ നമുക്ക് അങ്ങോട്ട് വെക്കാം അല്ലേ, മതി.
വെണ്ടയ്ക്കൊക്കെ റെഡിയായി. ഇനി നമുക്ക് ഇത് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പം ഇത് വേകട്ടെ. ഇത് വേകുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഇവിടെ ഇപ്പോൾ പൂരപ്പറമ്പായിട്ട് കിടക്കുവാണേ, കാണിച്ചു തരാം. പൂരപ്പറമ്പായിട്ട് കിടക്കുക. അപ്പം മാങ്ങ വേകുന്ന നേരം കൊണ്ട് ഞാനിപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്യും കേട്ടോ. നമുക്ക് പിന്നെ ശകലം സമയം മതിയല്ലോ ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് വേകട്ടെ. അത് വെന്തിട്ട് അപ്പം ഞാൻ അപ്പോഴത്തേക്ക് ഞാനിതൊക്കെ ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്തിട്ട് വരാം കേട്ടോ. നമ്മുടെ മാങ്ങ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം വെന്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പച്ചത്തേങ്ങ, പച്ചത്തേങ്ങ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒന്നും ചേർത്തിട്ടില്ല, വെറുതെ പച്ചത്തേങ്ങ അരച്ചു വെച്ചിരിക്കുന്നതാണിത്. നമുക്ക് ഈ വെന്ത മാങ്ങയിലേക്ക് ഈ പച്ചത്തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ല കേട്ടോ, നല്ല അടിപൊളി കൂട്ടാനാണ്. ഞാനിത് ഇടയ്ക്കൊക്കെ വെക്കുമായിരുന്നു. പക്ഷെ നമുക്ക് ഇതുപോലെ ചെനച്ച മാങ്ങ കിട്ടണം. ചെനച്ച ഒരുമാതിരി അങ്ങനത്തെ മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് വെക്കാതെ. ഈ സമയത്തൊക്കെയല്ലേ നമുക്കത് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പം ചേർത്തു. ഞാൻ മാങ്ങയ്ക്കകത്ത് ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുത്തായിരുന്നു, ഞാൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ. പിന്നെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇതിട്ട് കൊടുത്തു. ഇനിയിപ്പം ഞാൻ ഒരു ശകലം കടുക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാമേ. ഇച്ചിരി വെള്ളം എടുത്തുണ്ട്. കടുക് ഞാൻ നമ്മുടെ ഇതിനകത്തിട്ടിട്ട് പൊട്ടിച്ച് വെച്ചിരിക്കുന്നതാണിത്. മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ അരച്ച് കഴിഞ്ഞാൽ കടുക് അരഞ്ഞു പോവും. കൂടുതൽ അരഞ്ഞു കഴിഞ്ഞാൽ അത് കഴിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ട. ഒന്ന് വെറുതെ ഇങ്ങനെ പൊട്ടിച്ച്, ശക്കലേ ഉള്ളൂ, ഒന്ന് പൊട്ടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പം ആ കടുകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെയ്യേണ്ട കാര്യം എളുപ്പം കേട്ടോ. ഇതാണോ ഇത്ര വലിയ കറിയെന്ന് നിങ്ങൾ വിചാരിക്കും അല്ലേ. ഇനി നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇപ്പം ഒത്തിരി അങ്ങ് കുഴഞ്ഞിരിക്കുക. നിങ്ങൾക്ക് ഇത്രയും കുഴച്ചിൽ വേണ്ടാന്നുണ്ടെങ്കിൽ തുള്ളി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ വേണ്ട, ഞാനിപ്പം ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് നമുക്ക് അറിയാലോ പുളി എത്രയും വേണമെന്ന് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അതനുസരിച്ച് തൈര് ഒഴിച്ച് കൊടുക്കാറുള്ളൂ. വെള്ളം ഒത്തിരി ആകുന്നതിൽ നല്ലത് ഇതേമാതിരി കുഴഞ്ഞിരിക്കുന്നതാണ് ഈ കറിക്ക് ടേസ്റ്റ്. കണ്ട, ഇതേമാതിരി ഇരിക്കണം. കണ്ട. ഇനി നമുക്കിതിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പും പുളി ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പം ഉപ്പും പുളിയും മധുരം എല്ലാം കൂടെ മിശ്രിതം. അപ്പം നല്ല ടേസ്റ്റാണ്. സൂപ്പർ തന്നെ പറയും. എല്ലാം സൂപ്പറാണല്ലേ. ഇത് പറഞ്ഞപ്പോൾ ആരാണ്ട് പറഞ്ഞു, ഇന്നലെ സാരി കൊടുത്ത വീഡിയോ കാണിച്ചപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത്. എല്ലാത്തിനും ഇപ്പം എത്ര പ്രാവശ്യം സൂപ്പർ പറഞ്ഞത്. സത്യം തന്നെ 3 പ്രാവശ്യം സൂപ്പർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. നമ്മൾ ഓരോന്നൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിച്ച് കഴിയുമ്പോൾ നമുക്കൊരു സംതൃപ്തി കിട്ടും. അപ്പം അത് പറഞ്ഞു പോകുന്നതാട്ടോ. ശരിയാ, ഞാനത് കുറച്ച് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം അതൊക്കെ കൂട്ടുകാരൊക്കെ ക്ഷമിച്ചാലും കേട്ടോ. ഇപ്പോൾ ഒരു ശകലം തൈരും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ഇച്ചിരി ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് ശകലം തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനൊന്ന് കടുക് താളിച്ചും കൂടെ കൊടുക്കണം. കടുകും കൂടെ താളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മാങ്ങ കിച്ചടി റെഡിയാവും. ഇതിന് നല്ല ടേസ്റ്റ് കേട്ടോ. ഉപ്പും മധുരവും പുളിയും എല്ലാം കൂടെ മതി. ഇനി നമുക്ക് ഇതിനൊക്കെ കടുക് താളിച്ചു കൊടുക്കാം. എല്ലാവരുടെയും ജോലിയൊക്കെ കഴിഞ്ഞോ? നമുക്കൊരിച്ചിരി സമയം മതിയല്ലേ സത്യത്തിൽ ജോലി ചെയ്യാനായിട്ട്. അടുക്കളയിലോട്ട് കയറേണ്ട താമസമേ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് ജോലി ചെയ്ത് തീർക്കും. പക്ഷെ നമുക്ക് ഈ ചൂട് നമുക്ക് സഹിക്കാൻ മേല. അതുകൊണ്ടുള്ള ഒരു താമസമേ നമുക്ക് എല്ലാവർക്കും ഉള്ളു അല്ലേ. നമ്മളെല്ലാവരും അടുക്കള ജോലി, എല്ലാ വീട്ടമ്മമാരും നമ്മൾ മിടുക്കികളല്ലേ അല്ലേ. മിടുക്കികളല്ലെങ്കിൽ പിന്നെ കറക്റ്റ് സമയത്ത് നമുക്ക് ചോറൊന്നും കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ അല്ലേ. ചിലവരുണ്ട് അടുക്കളയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ എഴഞ്ഞ് ജോലി ചെയ്യുന്നവർ ചിലവരുണ്ട്. എല്ലാവർക്കും ഒന്നും ഈ സ്പീഡൊന്നുമില്ല. പക്ഷെ നമ്മൾ നല്ല സ്പീഡുള്ളവരാണ് മിക്ക വരും അല്ലേ. കറിവേപ്പില ഇല്ല കേട്ടോ. കറിവേപ്പില കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആയതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു. കൈ ഒന്ന് കഴുകിയിട്ട് വരാം. കടയിൽ നിന്ന് മേടിക്കുന്ന കറിവേപ്പിലയ്ക്ക് ഭയങ്കര വിഷമാണ്.
അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങ് ഒഴിവാക്കി. പൊട്ടി ഇപ്പം എൻ്റെ മോന്ത മുഴുവൻ തിറക്കുമെന്ന് തോന്നുന്നു കടുക്. അതുകൊണ്ട് കടുകില്ല. ഞാൻ ഉള്ളി ഇട്ടില്ല കേട്ടോ. ഉള്ളി ഇടുന്ന ഇഷ്ടമല്ല കടുക് വറുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഉള്ളി ഇട്ടിട്ടില്ല. നമുക്ക് ഇതിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് വെച്ച് നോക്കാത്തവരെല്ലാവരും വെച്ച് നോക്കുക കേട്ടോ. ഇപ്പം എല്ലായിടത്തും മാങ്ങയുണ്ടല്ലോ. എല്ലായിടത്തും മാങ്ങയൊക്കെ ഉണ്ടാകുന്ന സമയമായതുകൊണ്ട് എല്ലായിടത്തും മാങ്ങയുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി സൂപ്പർ കറിയാണ് കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. എല്ലാവരും കണ്ടല്ലോ. ഇനി ചട്ടി പൊക്കി ഞാൻ കാണിക്കണോ? ചട്ടി പൊക്കി കാണിക്കണമെങ്കിൽ എൻ്റെ കൈ മിക്കവാറും പൊള്ളി കിട്ടും. നോക്കാം, ഞാനും കാണിക്കാം. നമ്മുടെ കൂട്ടുകാരല്ലേ, നമ്മുടെ കൂട്ടുകാരെ കാണിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ. കണ്ടോ, ഇതാണ് നമ്മുടെ മാങ്ങ കിച്ചടി കേട്ടോ. സൂപ്പർ അടിപൊളി. ഇനി ഞാൻ പറയുന്നില്ല, ഇനി എന്നെ നിങ്ങൾ തല്ലും സൂപ്പർ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. മറ്റുള്ളവരും കൂട്ടിക്കഴിഞ്ഞ് പറയുമ്പോഴാണ് സൂപ്പർ അടിപൊളി എന്നൊക്കെ പറയേണ്ടത്. ഇനി തന്നെത്താനെ പറയുക അല്ലേ. അറിയാതെ പറഞ്ഞു പോയതാ, സോറി കേട്ടോ. കണ്ടല്ലോ. അപ്പം ഇനി നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞ് കാണാം. അപ്പം ഞാൻ എല്ലാം വൃത്തിയായി കേട്ടോ. എൻ്റെ കൗണ്ടർ ടോപ്പ് എല്ലാം ഞാൻ വൃത്തിയാക്കി. ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനിയുള്ള പണി ഇതിനെ പോയിരിക്കുക, ഫാനിൻ്റെ കീഴിലിരിക്കുക, കാറ്റ് കൊള്ളുക. ഇതാണ് എൻ്റെ പണി. അപ്പം കുറച്ച് നേരമൊക്കെ കാറ്റ് കൊള്ളിട്ട് ഇത്ര നേരം നമ്മൾ ജോലിയല്ലായിരുന്നു അല്ലേ. കുറേ നേരം പണിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് സമയമൊക്കെ റെസ്റ്റ് വേണം. ശരിക്കും ഞാൻ പറയട്ടെ, ഇപ്പം രാവിലെ കാപ്പൂടി കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നേരം നമ്മളവിടെ ഇരിക്കണം ശരിക്കും ഇച്ചിരി നേരം. പക്ഷെ അവിടെ ഇച്ചിരി നേരം ഇരിക്കുമ്പോഴത്തേക്കും ഉച്ചക്കത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ താമസിക്കും. പക്ഷെ ഞാൻ മിക്ക ദിവസവും തന്നെ ചിലപ്പോൾ രാവിലത്തെ കാപ്പൂടി കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് ഞാൻ അവിടെ ഇരിക്കും. ഇരുന്നതിന് ശേഷമാണ് ഉച്ചക്കത്തെ പണികളിലേക്ക് കയറുന്നത്. പക്ഷെ ചില ദിവസം ഞാൻ അങ്ങനല്ല. ചില ദിവസം രാവിലെ കാപ്പൂടി കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അങ്ങ് ചെയ്തേക്കും. അപ്പോൾ പെട്ടെന്ന് ജോലി തീർന്നിട്ട് നമുക്ക് അങ്ങനെയും ഇരിക്കാം, അങ്ങനെയും ചെയ്യാം. എന്തായാലും എങ്ങനെയൊക്കെ ആണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് സമയം ഇരുന്നേ പറ്റത്തുള്ളൂ. ഇരുന്നില്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ച് അവസരമാവും. അതുകൊണ്ട് പ്രത്യേകിച്ച് ചൂട്. അതുകൊണ്ട് എല്ലാവരും ഇടയ്ക്ക് റെസ്റ്റ് എടുത്ത് വേണം ഇതൊക്കെ ചെയ്യാൻ. റെസ്റ്റ് എടുക്കുന്ന കൂട്ടത്തിൽ വെള്ളവും കുടിക്കണം കേട്ടോ. ഇന്ന് ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല. വെള്ളം കലക്കി ഇച്ചിരി കുടിക്കണം. ഇന്നത്തെ പരിപാടി അതൊക്കെയാണ്. അപ്പം നമുക്ക് നമ്മുടെ കിച്ചടിയൊക്കെ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം. നമുക്ക് ചോറുണ്ണാനുള്ള സമയമൊക്കെ ഇതാ. ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. കറികളൊക്കെ വിളമ്പുന്നതേ ഉള്ളൂ. നമ്മുടെ ഇന്നലത്തെ മീൻ കൂട്ടാനുണ്ട്, മാങ്ങ കിച്ചടി ഉണ്ട്, പിന്നെ നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൂട്ടാൻ. പിന്നെ ചോറിനകത്ത് ഒഴിക്കാനായിട്ട് സാമ്പാറുണ്ട്. ഇത്രയൊക്കെ പോരെ കഴിക്കാനായിട്ട് അല്ലേ. ചോറൊക്കെ ഉണ്ണാൻ ഇത്രയും മതി. പിന്നെ പ്രത്യേകിച്ച് വിശപ്പുണ്ടെങ്കിൽ കറിയൊന്നും നോക്കത്തില്ല. എന്ത് കറിയാണേലും അത് കൂട്ടി നമ്മൾ കഴിച്ചിരിക്കും അല്ലേ. നമുക്ക് ഉപ്പും മുളകും ആണെങ്കിലും മതി, അത് കൂട്ടിയായാലും നമ്മൾ കഴിക്കും വിശപ്പുണ്ടെങ്കിൽ അല്ലേ. അപ്പോൾ എല്ലാവരുടെയും ഊണൊക്കെ കഴിഞ്ഞോ? അപ്പം ഞങ്ങൾ ചോറൊക്കെ ഉണ്ടിട്ടൊക്കെ നമുക്ക് പിന്നെ കാണാം. ഇപ്പോൾ ഊണൊക്കെ കഴിഞ്ഞു. എല്ലാവരുടെയും ഊണൊക്കെ കഴിഞ്ഞോ? ഊണൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ചു. അപ്പം എന്താ, ഒരു സിപ്പപ്പ് കിട്ടിയിട്ടുണ്ട്. കുറേ നാളായി സിപ്പപ്പ് തിന്നിട്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ എപ്പോഴും നമ്മൾ എന്താ പറയുന്നത്, ബാറ് ചോക്കോ ബാറും മാംഗോ ബാറും ഒക്കെ അല്ലേ തിന്നുന്നത്. അപ്പം ഇന്ന് വെളിയിലോട്ട് പോയപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ഇത് വാങ്ങിച്ചിട്ടുണ്ട്, സിപ്പപ്പ്. പണ്ടൊക്കെ ഇത് ഇങ്ങനത്തെ കവറിലല്ലായിരുന്നു വരുന്നത് അല്ലേ. നമ്മൾ അകത്തിരിക്കുന്ന ഇങ്ങനെ ഈച്ചയെ കാണാൻ പറ്റുന്നായിരുന്നു. ഇപ്പം എന്താ എല്ലാം മോഡേൺ ആക്കിയത്, പിങ്കിനായി. ഇത് പൈനാപ്പിളിൻ്റെയാണ്. അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഈ ചൂടത്ത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. നമ്മളിതുപോലെ അനിയത്തിയുടെ കടയിൽ പോകുമ്പോഴത്തേക്കും അവിടെ പല ഫ്ലേവർ ഉണ്ട്. മുന്തിരിങ്ങയുടെ, പൈനാപ്പിള്, ഓറഞ്ച് ഇതെല്ലാം ഉണ്ട്. അന്ന് കൊണ്ടുവരുന്നതെല്ലാം ഞങ്ങൾ തിന്ന് തീർക്കുന്നത്. അതുപോലെ നമ്മളെടുത്ത് ഒരെണ്ണം തിന്ന് ഒന്ന് ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ തിന്നണം എന്നുള്ള ടെൻഡൻസി അല്ലേ. അതിലും വേറെ ടേസ്റ്റ് നോക്കാതിരിക്കുന്നത്. ഇതാകുമ്പോഴത്തേക്ക് ഇത് 4 എങ്ങാണ്ട് കൊണ്ടുവന്നതാണ്. 3 ഞാൻ തിന്ന് ഇന്നലെ. ഇന്നിപ്പോൾ എന്താ ഈ ഒരെണ്ണം കൂടെ ഉള്ളൂ. ഇത് ലാസ്റ്റത്തേതാണ്. ഇതോടെ തിന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫ്രിഡ്ജ് തുറക്കണം തിന്നണം എന്നുള്ള ടെൻഡൻസി തീരുമല്ലോ. ഇതോടെ തീർന്നു. അപ്പം
ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഞാൻ ഇവിടെ വെച്ച് തീർക്കുകയാണ്. ഇന്നിപ്പം ഊണെല്ലാം കഴിയുന്നിടം വരെ ഉള്ളായിരുന്നു. പിന്നെ ഉച്ച കഴിഞ്ഞത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ അധികമൊന്നും ഇല്ലല്ലോ. ഒരു ചപ്പാത്തി ഉണ്ടാക്കണം, വെള്ളം ഒഴിക്കണം, ഇതൊക്കെ തന്നെ നമ്മുടെ ജോലികൾ അല്ലേ. ഇപ്പോൾ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ കൊണ്ടുവന്ന് തീർക്കുകയാണ്. വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അതിൻ്റെ ഒപ്പം ചെയ്യുവാണ്. ഇന്നത്തെ ചെറിയ വീഡിയോ ആണെന്ന് തോന്നുന്നു. ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല. എഡിറ്റ് ചെയ്ത് നോക്കുമ്പോഴല്ലേ നമുക്കറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും ബൈ.